everyone, welcome to Eileen IAS Ignite Foundation Daily Newspaper Analysis. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ 17th ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസ് ആണ്. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഓപ്പഡ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ കാർബൺ മാർക്കറ്റ് നെറ്റ്വർക്കിനെ കുറിച്ച്, കാർബൺ ക്രെഡിറ്റ്സിനെ കുറിച്ച് ഒരു ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റിൽ നമ്മുടെ ഗഗൻയാൻ മിഷനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ക്രൂ എസ്കേപ്പ് മിസൈലിനെ സിസ്റ്റത്തിനെ കുറിച്ചൊരു ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എഡിറ്റോറിയലിൽ മാപ്പിംഗ് വെൽനെസ് എന്ന് പറയുന്ന ഒരു കാര്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻസസ് വരുവാന്നുണ്ട്. അപ്പോൾ 2027 സെൻസസ് വരുവാണ്. അപ്പോൾ അതിൻ്റെ പ്രീ ടെസ്റ്റുകൾ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരു ന്യൂ AI ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്യാൻസർ ഡിറ്റക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള രീതിയിലൊക്കെയുള്ള ന്യൂസസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ന്യൂസസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഒപ്പീനിയനാണ്. ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാലോ, നമ്മുടെ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു ഓപ്പൺ എഡിറ്റോറിയലാണ്. അത് നമ്മുടെ എന്താണ് കാർബൺ ക്രെഡിറ്റിനെ കുറിച്ച് വരുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് അറിയാം, അതായത് നമ്മൾ എന്താണ് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇര കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ വന്നത് കാരണമാണ് നമുക്ക് പല ഡെവലപ്മെൻറ്റ്സും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്ന സമയത്ത്, ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് എന്താണ് ഇത് എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് കാർബൺ എമിഷൻ, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അത് എൻവയോൺമെൻറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇതിനെന്താണ് ഒരു ഓൾട്ടർനേറ്റീവ് എന്നുള്ള ചിന്ത വന്ന സമയത്താണ് നമ്മുടെ UNFCCC യുണൈറ്റഡ് നേഷൻ ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് 1997 ക്യോട്ടോ പ്രോട്ടോക്കോളിൽ വെച്ചിട്ട് നമ്മൾ പുതിയൊരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് CDM എന്ന് പറയുന്നത്, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് കൊണ്ടുവരുന്നത്, നമ്മൾ കാർബൺ ക്രെഡിറ്റ് കൊണ്ടുവരുന്നത്. അതായത് നമുക്ക് പറഞ്ഞല്ലോ ഡെവലപ്മെൻറ്റ് വേണം, അതായത് ഇൻഡസ്ട്രീസ് വേണം. അപ്പോൾ ഇൻഡസ്ട്രീസിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും, എമിഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ എമിഷൻസിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് ഒരു വഴി എന്ന് പറയുന്നത്. മറ്റൊരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ എമിഷൻസ് വരുത്തുന്ന ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസിനെ അതിനെ നമുക്ക് പുറത്ത് വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ കുറയ്ക്കാം, അതിനായിട്ട് നമുക്ക് കുറേ ആൾട്ടർനേറ്റീവ് മെത്തേഡുകളുണ്ട്. എൻവയോൺമെൻറ്റിൻ്റെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളൊരു മെത്തേഡാണ് കാർബൺ ക്രെഡിറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഒരു കൺട്രി, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് US, അമേരിക്ക എന്ന് പറയുന്ന കൺട്രി, അവർക്ക് എന്താണ് ഡെവലപ്മെൻറ്റ് വേണം, ഇൻഡസ്ട്രീസ് ഒക്കെ വേണം. അപ്പോൾ അങ്ങനെ അവർ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നല്ല രീതിയിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് ഉണ്ടാവും. ഈ എമിഷൻസ് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു 100 കാർബൺ എമിഷൻ നടത്തിയെന്ന് വെച്ചോ, അവർ ഈ 100 കാർബൺ എമിഷൻസിനെ യൂണിറ്റ് ആക്കിയിട്ട് ഇവരെന്ത് ചെയ്യണം, ഡെവലപ്പിംഗ് കൺട്രീസ്, അത് ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഈ പറയുന്ന എമിഷൻസ് നടത്തുന്ന കൺട്രീസ് എന്ത് ചെയ്യണം, ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് കുറച്ച് പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണം. ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ് ചെയ്യണം. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി കാര്യങ്ങൾ, അങ്ങനെയുള്ള ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ ഡെവലപ്പിംഗ് കൺട്രിയിലോട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഡെവലപ്പിംഗ് കൺട്രീസ്, ഇപ്പോൾ കെനിയ, ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലോട്ടും അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ കൊണ്ടുവന്നിട്ട് ഫോറസ്റ്റ് കാര്യങ്ങൾ, റിന്യൂവബിൾ എനർജിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ ചെയ്ത ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻ്റെ കാർബൺ സീക്വസ്ട്രേഷൻ ഇപ്പുറ സൈഡിൽ നടക്കുന്നു എന്നുള്ളൊരു അസംഷൻ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അവർ ചെയ്ത എമിറ്റ് ചെയ്ത 100 കാർബൺ ഇവിടെ ഡിഡക്റ്റ് ആവുന്നു. ഇത് അതിൻ്റെ ഇരട്ടി പ്രോഗ്രാംസ് നടത്തുന്ന സമയത്ത് എന്താണ്, ഇപ്പോൾ 100ൻ്റെ സമയത്ത് 120ഓളം എമിഷൻസും ചെയ്യാനായിട്ട് പറ്റുന്നു. അതായത് ഒരു സ്ഥലത്ത് എമിഷൻ നടത്തുന്നുണ്ടെങ്കിൽ മറ്റൊരു സൈഡിൽ എന്താണ് അതിനെ എങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അതിനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നുള്ളൊരിതാണ്. ഇതൊരു കാർബൺ ട്രേഡിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 1997 ക്യോട്ടോ പ്രോട്ടോക്കോൾ പ്രകാരമാണ് നമ്മൾ എന്ത് കൊണ്ടുവരുന്നത്, കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്ന മെക്കാനിസം കൊണ്ടുവരുന്നത്. Carbon credits represent certified reduction or removal of greenhouse gases expressed in carbon dioxide equivalent. ഇത് എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം,
through mitigation activities such as renewable energy or sequestration of efforts such as reforestation, agroforestry, അതുപോലെ തന്നെ ബയോചാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ firms buy them to offset emissions while transitioning to cleaner process, ideally rewarding developing countries for adapting low carbon practice. ഡെവലപ്പിംഗ് കൺട്രീസിൽ ലോ കാർബൺ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഫണ്ടിങ് കൊടുക്കുന്ന സമയത്ത് ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൺട്രീസിന് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ട്രേഡിംഗ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആണ് എന്ത് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഏജൻസി ഏതാണ്? ഇന്ത്യ ഈസ് ഓൾസോ ബിൽഡിംഗ് ഇറ്റ്സ് ഓൺ കാർബൺ മാർക്കറ്റ് ത്രൂ കാർബൺ ക്രെഡിറ്റ് ട്രേഡിംഗ് സ്കീം. ഇന്ത്യയിലെ കാർബൺ ക്രെഡിറ്റ് സ്കീം വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം എന്താണ് ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസിന് ഇന്ത്യയിലും വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അങ്ങനെ വഴിയായിട്ട് നമ്മൾ അവർക്ക് ഇതിൻ്റെ ക്രെഡിറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് ഇവിടെ വേറൊരു പ്രശ്നം വരുന്നത്, ഇപ്പോൾ കാർബൺ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കാർബൺ ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ടാവുന്നുണ്ട്. റിസ്ക് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഇപ്പോൾ കെനിയ പോലുള്ള കൺട്രീസ്, ആഫ്രിക്കൻ കൺട്രീസിൽ ഈ ഒരു ഇതിൻ്റെ പേരിൽ വന്നിട്ട് മറ്റ് ഡെവലപ്മെൻറ്റ്സ് അവിടെ നടത്തുന്നു. പിന്നെ പ്ലാന്റേഷൻ പോലുള്ള കാര്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അതായത് റിന്യൂവബിൾ എനർജിയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ കാർബൺ സീക്വസ്ട്രേഷൻ്റെ മെത്തേഡുകളല്ല, ഇതിൻ്റെ മറവിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യമാണ്. ഇവിടെ ഒരു എക്സാമ്പിളൊക്കെ കൊടുക്കുന്നുണ്ട്. നോർത്തേൺ കെനിയയിലെ റംഗ്ലാൻഡ് കാർബൺ പ്രൊജക്റ്റ് അതുപോലെ തന്നെ ഇതിനൊരു എക്സാമ്പിളാണ്. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ലേക്ക് തുർക്കാന വിൻഡ് പവർ പ്രോജക്റ്റ് കെനിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു 15,000 ഏക്കർ ഓഫ് ലാൻഡാണ് ഇതിന് വേണ്ടിയിട്ട് ഫെൻസ് ചെയ്തിട്ട് വേറെ ലാൻഡാക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ്, ഇതിനൊരു വൾണറബിലിറ്റീസ് ആണ്. അപ്പോൾ എന്തുകൊണ്ട് കാർബൺ പ്രൊജക്റ്റ് വൾണറബിൾ ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് വരുന്നത്. അതായത് ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലായാലും മറ്റ് കൺട്രീസിലായാലും കാർബൺ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് എന്താണ്, പവർ ഉള്ള ആളുകളുടെ, ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ ജയൻസ് അവരുടെ കയ്യിലായിരിക്കും എപ്പോഴും പവർ ഉണ്ടാവുന്നത്. അപ്പോൾ ആ പവർ കമ്മ്യൂണിറ്റീസ് ഇതിനെ ഈ ഒരു മെക്കാനിസത്തിനെ എന്ത് ചെയ്യാനായിട്ട് അവർ വേറെ രീതിയിൽ നെഗറ്റീവ് സൈഡായിട്ട് എടുക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്ലാന്റേഷൻ, നമുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ട്? കാർബൺ സീക്വസ്ട്രേഷൻ നടത്താനായിട്ട്. അത് അവരെന്ത് ചെയ്യും, ഫോറസ്റ്റ് ലാൻഡിന് പകരം പ്ലാന്റേഷൻ ക്രോപ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കും. അപ്പോൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഗ്രീനറി ഉണ്ട്, പക്ഷേ ആ ഒരു സ്ഥലത്തെ ഫുള്ള് വെട്ടി നിരപ്പാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് അവിടെ പ്രശ്നമല്ലേ വരുന്നത്. അതുപോലെ തന്നെ മെയിൻലി പ്രൊസീജിയേഴ്സ് ആൻഡ് ഇതൊക്കെ എന്താണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോ ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മെയിൻലി ഇതാരാണ്, ഫാർമേഴ്സിനും ട്രൈബൽ പീപ്പിൾസിനെയാണ് ഇവിടെ നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും ചൂഷണങ്ങളൊക്കെ ചെയ്യുന്നത്. ദെൻ എന്താണ്, ഓവർ റെഗുലേഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല. ഓവർ റെഗുലേഷൻസ് വരുന്ന സമയത്ത് ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് വാട്ട് ഇന്ത്യ നീഡ് ഈസ് എ ബാലൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് regulatory architecture that guarantees transparency, formalizes benefit sharing and protects community rights without creating bureaucratic choke points ഒക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു കാർബൺ ക്രെഡിറ്റ് അതുപോലെ തന്നെ കാർബൺ മാർക്കറ്റ്, വാട്ട് എവർ വിത്ത് കാർബൺ എന്ന് പറയുന്ന ആ ഒരു ടേമിൻ്റെ ഒപ്പം വരുന്ന ബ്ലൂ കാർബൺ, ഗ്രീൻ കാർബൺ, കാർബൺ ക്രെഡിറ്റ്, കാർബൺ ഓഫ് ഷൂട്ട്, അതൊക്കെ എന്താണ് UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻസും എഴുതി വെച്ചിരുന്ന് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. കാർബൺ സീക്വസ്ട്രേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കാർബൺ ക്രെഡിറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലൂ കാർബൺ എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ കാർബൺ റിലേറ്റഡ് എന്ത് ടേം ന്യൂസിൽ കണ്ടാലും അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കാണുമെന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെച്ചോ. എന്തെങ്കിലും പ്രിലിംസിലോ എപ്പോഴെങ്കിലും ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാർബൺ എന്ന് പറയുന്ന ആ ഒരു വേർഡും അതിൻ്റെ ഒപ്പം വരുന്ന വേർഡ്സുകളും. അപ്പോൾ ഇത് 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിഗാർഡിംഗ് കാർബൺ ക്രെഡിറ്റ്സ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദ കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം വാസ് റാക്ടിഫൈഡ് ഇൻ കൺജക്ഷൻ വിത്ത് ക്യോട്ടോ പ്രോട്ടോകോൾ. ഞാൻ ഫസ്റ്റ് പറഞ്ഞതാണ്, അപ്പോൾ അത് ശരിയാണ്. കാർബൺ ക്രെഡിറ്റ്സ് ആർ അവാർഡഡ് ടു കൺട്രീസ് ഓർ ഗ്രൂപ്പ് ദാറ്റ് ഹാവ് റെഡ്യൂസ്ഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ബിലോ ദെയർ എമിഷൻ കോട്ട. അതും ശരിയാണ്. ദ ഗോൾ ഓഫ് ദ കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം ഈസ് ടു ലിമിറ്റ് ഇൻക്രീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസും ആണ്. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ തെറ്റേതാണ്, ഡി ആണ്. അതെന്താണെന്ന് വായിച്ചു നോക്കാം. കാർബൺ ക്രെഡിറ്റ്സ് ആർ ട്രേഡഡ് അറ്റ് എ
പ്രൈസ് ഫിക്സഡ് ഫ്രം ടൈം ടു ടൈം ബൈ യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. തെറ്റാണ്. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. പൈസ മറ്റ് കൺട്രിയിൽ നിക്ഷേപിച്ച് അവിടെ അതിന് വേണ്ടിയിട്ട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പ്രൊജക്റ്റുകളോ ഒക്കെ ചെയ്ത് അവിടെ ഫണ്ട് ഇടുന്ന മാത്രമേ ഉള്ളൂ. അതുവഴി അവിടെ എൻവയോൺമെൻ്റലി നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം, എന്നാലാണ് ആ ഒരു ക്രെഡിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ നമുക്കും അങ്ങനെ ഈ ക്രെഡിറ്റുകൾ മറ്റു കൺട്രീസിലേക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അതെന്താണ് UNEP അല്ല ഇത് നടത്തുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആർട്ടിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ്. ഇത് മിനിഞ്ഞാന്നത്തെ ന്യൂസാണ്. കാരണം നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ കുറേ ന്യൂസസ് ഉണ്ടായതുകൊണ്ട് അതൊന്നും കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ അതിന്ന് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മുടെ വർക്കിംഗ് ഓഫ് ഗഗൻയാനിൻ്റെ ക്രൂ എസ്കേപ്പ് സിസ്റ്റം. ഗഗൻയാനിനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയുടെ ഗഗൻയാൻ മിഷൻ എന്ന് പറയുന്നത് എയിം ടു സേഫ്ലി ട്രാൻസ്പോർട്ട് ഇന്ത്യൻ ആസ്ട്രോനോട്ട് ടു ലോ എർത്ത് ഓർബിറ്റ് ഓഫ് അറൌണ്ട് 400 കിലോമീറ്റർ ലാറ്റിറ്റ്യൂഡ് യൂസിങ് ഹ്യൂമൻ റിലേറ്റഡ് LV-M3 റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ ആൻഡ് ടു റിട്ടേൺ ദം സേഫ്റ്റിലി. ഇന്ത്യയിൽ നിന്ന് മനുഷ്യന്മാരെ ഇന്ത്യയുടെ പുറത്ത്, അതായത് എർത്തിന് മുകളിലായിട്ടുള്ള സ്പേസ് സ്റ്റേഷനിലേക്ക്, അതായത് 400 കിലോമീറ്റർ എബോവ് ആൾട്ടിറ്റ്യൂഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന മാൻഡ് മിഷനാണ് എന്ത് ഗഗൻയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗഗൻയാനിൽ നമ്മൾ ആരെ കൊണ്ടുപോകുന്നത്? മനുഷ്യരെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, കൊണ്ടുപോകുന്ന ആ ഒരു മിഷനേക്കാൾ ഉപരി കൊണ്ടുപോകുന്ന ആളുകളെ സേഫായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചെത്തിക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇൻ ഹ്യൂമൻ മിഷൻസ് ക്രൂ സേഫ്റ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മിഷൻ സക്സസ്. അപ്പോൾ ഈ സേഫ്റ്റി എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ആ ഒരു സിസ്റ്റമാണെന്ത്, ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്ന് പറയുന്ന CES എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം. സേഫ്റ്റി ഈസ് അഡ്രസ്ഡ് ഡ്യൂറിങ് ഓൾ ഫേസസ് ലോഞ്ച് പാഡ്, അസെൻഡ്, ഓർബിറ്റ് ആൻഡ് ഡിസെൻഡ്. അപ്പം നമ്മൾ എന്ത് ചെയ്തും, അതിന് വേണ്ടിയിട്ട് ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു GSLV MK3 ഇതിൽ നിന്ന് നമ്മൾ ലോഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു 16 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും, ലോ എർത്ത് ഓർബിറ്റിലോട്ട് എത്തും. കാരണം നമ്മൾ 400 കിലോമീറ്റേഴ്സ് എബോവിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു 5 to 7 ഡേയ്സ് എന്ത് ചെയ്യും, ആ ഒരു സ്പേസിൽ താമസിക്കും. അതിനുശേഷം റീഓറിയൻറ്റേഷൻ ചെയ്യും. അതായത് എന്താണ്, ക്രൂ മൊഡ്യൂള് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് സെപ്പറേറ്റ് ആവും. കാരണം ബാക്കി കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടില്ല, നമുക്ക് നമ്മുടെ ആളുകളുള്ള ആ ക്രൂ മൊഡ്യൂളാണ് തിരിച്ച് കൊണ്ടുവരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തുമ്പോൾ നമ്മൾ എയറോ ബ്രേക്കിംഗ് വഴി കൊണ്ടുവരും. ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, പാരഷൂട്ട് ഡിപ്ലോയ്മെൻറ്റ് വഴി നമ്മളവരെ അടുത്തുള്ള ഓഷ്യനിലേക്ക് സ്പ്ലാഷ് ഓഫ് അറേബ്യൻ സീ, ഗുജറാത്തിലോട്ടൊക്കെ ആയിരിക്കും നമ്മൾ അവരെ എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇതാണ് ഗഗൻയാനിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഒരു ക്രൂ മൊഡ്യൂൾ എന്താണ്, നമുക്കൊരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ റിക്കവറി ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു വർക്കിംഗ് സിസ്റ്റം. നമ്മളതിൻ്റെ ട്രയൽ റൺ നോക്കിയിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒറിജിനൽ മാനഡ് മിഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ക്രൂ മൊഡ്യൂൾ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ദെൻ അതിൽ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സും ഉണ്ട്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് പുള്ളർ ടൈപ്പ് യൂസ്ഡ് ഇൻ ഗഗൻയാൻ വെയർ CSC പുൾസ് ദ ക്രൂ മൊഡ്യൂൾ അവേ ഫ്രം ലോഞ്ച് വെഹിക്കിൾ. രണ്ടാമത്തത് പുഷർ ടൈപ്പാണ് യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് ലൈക്ക് SpaceX Falcon 9 വെയർ ദ ക്രൂ മൊഡ്യൂൾ ഈസ് പുഷ്ഡ് അവേ യൂസിങ് കോമ്പാറ്റ് ഹൈ ത്രസ്റ്റ് ലിക്വിഡ് ഫ്യൂവൽ എൻജിൻസ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്, ISRO ആണ്. കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള സിംഗിൾ സ്റ്റേജ് ടെക്സ്റ്റ് വെഹിക്കിളാണ്. വികാസ് എഞ്ചിനാണ് ഇതിന് വേണ്ടിയിട്ട്, ക്രൂ മൊഡ്യൂൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച് ഉള്ളത്. ദെൻ ഇതിനകത്ത് എന്താണ്, ഒരു ഇൻ്റഗ്രേറ്റഡ് വെഹിക്കിൾ ഹെൽത്ത് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഇതാണ് എ നെറ്റ്വർക്ക് ഓഫ് സെൻസേഴ്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് സോഫ്റ്റ്വെയർസ് വിൽ എയ്ഡ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ ടു ആക്ടിവേറ്റ് CES വെൻ കണ്ടിജൻസി അറൈസസ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആളുകളെ സേഫായിട്ട് വെക്കുക, ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ക്രൂ മൊഡ്യൂളാണ്. അപ്പോൾ ക്രൂ മൊഡ്യൂളിൻ്റെ സേഫ്റ്റിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദ വിറ്റൻ ക്രൂ എസ്കേപ്പ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ എന്താണെന്ന് നോക്കിയിരിക്കുക. കൂടുതൽ സയൻസ് ആൻഡ് ടെക്നോളജി ക്ലാസ്സസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഹിന്ദുവിൽ വന്നിട്ടുള്ളൊരു എഡിറ്റോറിയലാണ്. അതായത് നമ്മുടെ
ഗ്ലോബൽ ബേർഡൻ ഡിസീസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഈ അടുത്ത് വന്നു. അത് റിലീസ് ചെയ്തിരിക്കുന്ന ഏജൻസി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് മെട്രിക്സ് ആൻഡ് ഇവാലുവേഷൻ, IHME ആണ്. അത് വേൾഡ് ഹെൽത്ത് സബ്മിറ്റ് ബെർലിനിൽ വെച്ച് നടന്നതിൽ വെച്ചിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു എഡിറ്റോറിയലാണ്, ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഈ ഒരു എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൂടി വരികയാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുന്നു, അതിൻ്റെ ഡെത്തൊക്കെ കൂടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കാനായിട്ടുള്ള ഒരു മൾട്ടി ലെവലായിട്ടുള്ള ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ 2017 നമ്മൾ നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ നാഷണൽ ഹെൽത്ത് പോളിസിയിൽ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞത് നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസിൻ്റെ കൺട്രോളിംഗ് ആണ്, നമ്മുടെ NCDSൻ്റെ കുറിച്ച്. കാരണം അതിനു മുമ്പ് വരേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ എന്തായിരുന്നു, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിരുന്നു, അതായത് സ്പ്രെഡായിട്ട് വരുന്ന അസുഖങ്ങളായിരുന്നു കൂടുതൽ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നല്ല രീതിയിലുള്ള ഇമ്മ്യൂണൈസേഷൻ, ഇൻഫെക്ഷൻ റിഡക്ഷൻ കാര്യങ്ങളൊക്കെ വഴി നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു. ഇപ്പോൾ ഉള്ളത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, അതൊരിക്കലും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഡിസീസുകളല്ല. പക്ഷെ ഇതെന്താണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ബർഡൻ ഡിസീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ഹെൽത്ത് സ്ട്രാറ്റജി നോക്കുന്ന സമയത്ത് ഇന്ത്യൻസിൻ്റെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ NDCs ആണ്, അതായത് ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ WHO ഡാറ്റ പറയുന്നത് തന്നെ ക്ലോസ്ലി 65% ഓഫ് ഡെത്ത് ഇൻ ഇന്ത്യ ഈ NCDs കാരണമാണ്, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമാണ് 65% ഓഫ് ഡെത്ത് ഇൻ ഇന്ത്യ സംഭവിക്കുന്നത്. അതിനകത്ത് ഭൂരിഭാഗം 70 വയസ്സിന് താഴെയുള്ള ആളുകളാണ് ഈ NDCs വന്നിട്ട് ഡെത്ത് സംഭവിക്കുന്നത്. ഈ ഫിഗർ എന്ന് പറയുന്നത് റഫ്ലി 12% ഫോർ US ആൻഡ് 17% ഫോർ ചൈനയാണ്. ആ സമയത്താണ് ഇന്ത്യയിൽ ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതർ വേസിൽ പറഞ്ഞാൽ കാർഡിയോവാസ്കുലർ ഡിസീസ്, ഡയബറ്റിക്സ്, ലങ് അലൈൻമെൻറ്റ്സ്, അതുപോലെ തന്നെ കട്ടിങ് ലൈവ്സ് ഓഫ് ലാർജ് സെക്ഷൻ ഓഫ് ഇന്ത്യൻ ഷോർട്ട് ഡ്യൂറിങ് ദെയർ ഫാമിലി, സൊസൈറ്റി ആൻഡ് എക്കണോമി. അപ്പോൾ ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമ്മുടെ ചിട്ടയല്ലാത്ത ജീവിത രീതി വരുന്നുണ്ട്. പക്ഷെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനാണ്. പൊല്യൂഷൻ എന്ന് പറയുന്ന ഫാക്ടർ നല്ല രീതിയിൽ NCDs കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. കാരണം പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കഴിക്കുന്നു. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ നല്ല രീതിയിൽ വരുന്ന സമയത്ത് ആളുകൾക്ക് ലങ്സ് ഡിസീസ് കൂടുതൽ വരുന്നു, സ്കിൻ ഡിസീസ് കൂടുതൽ വരുന്നു, റേഡിയേഷൻസ് കൂടുതൽ വരുന്നു, സ്കിൻ ക്യാൻസേഴ്സ് വരുന്നു. അപ്പോൾ അതും നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. In a large number of patients, however, disease evades diagnosis because doctors do not follow protocols, most often target symptoms, cough, cold and fever. In recent years, government has boosted community health centers and primary centers in rural area, but എന്നാലും അതെല്ലാം അത്ര എഫിഷ്യൻ്റ് ആവുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വേണ്ടത്, കൺട്രിക്ക് വേണ്ടത് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള മെഡിക്കൽ റിസർച്ച്, അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ന്യൂട്രീഷണൽ ആൻഡ് എക്കോളജിക്കൽ സയൻസ്. നമ്മൾ ന്യൂട്രീഷണലും എക്കോളജിക്കൽ സയൻസിൻ്റെയും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് ഫുഡ് ഹാബിറ്റ്സ് മാറ്റുക, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരാം, എൻവയോൺമെൻറ്റിനെ സംരക്ഷിക്കുക, നമ്മുടെ നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാമൊക്കെ നമ്മുടെ എയർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ദെൻ മറ്റ് ഡാറ്റയിൽ പറഞ്ഞിട്ടുള്ള, അതായത് നമ്മുടെ ഈ ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള മറ്റ് കാര്യങ്ങളെന്ന് പറയുന്നത് 1919 to 2023 നോക്കിക്കഴിഞ്ഞാൽ NCDs ആണ് ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടായിട്ടുള്ളത്. ബട്ട് കോവിഡ് വന്ന സമയത്ത് മാത്രമാണ് ഒരു സ്പ്രെഡ് ആവുന്ന ഒരു ഡിസീസ് വഴി ആളുകൾ മരണം കൂടുതൽ ആവുന്നത്. നമ്മൾ പറഞ്ഞു ഇൻഫെഷ്യസ് ഡിസീസ് ഡിക്ലൈന് കാരണം നമ്മുടെ ഹെൽത്ത് കെയർ അസസ്, ഇമ്മ്യൂണൈസേഷൻ, സാനിറ്റൈസേഷൻ ഒക്കെ കൂടിയത് വഴി നമുക്ക് ഈ സ്പ്രെഡ് ആവുന്ന ഡിസീസൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ഡിസീസ് എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. 2013 to 2023 ഒരു ടൈം പീരീഡിൽ ആളുകളിൽ
ആൻസൈറ്റി അതുപോലെ തന്നെ ഡിപ്രഷൻ എന്താണ് നല്ല രീതിയിൽ ഹൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എയർ പൊല്യൂഷൻ റിമെയിൻസ് എമോങ് ഇന്ത്യസ് ടോപ്പ് 3 കോസ് ഓഫ് എയർലി ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എടുത്തിട്ടുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ് നോക്കാം. ഈറ്റ് റൈറ്റ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാം, അത് FSSA ആണ്, ഫോർ ഹെൽത്തി ഈറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 2019 ലോഞ്ച് ചെയ്തതാണ്. ടു പ്രൊമോട്ട് എ ഫിസിക്കലി ആക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ആൻഡ് മേക്ക് ഫിറ്റ്നസ് ആൻഡ് ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഡെയിലി ലൈഫ് ഇൻ ഇന്ത്യ. ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ സെലിബ്രിറ്റീസൊക്കെ കുറേ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാം, ടുബാക്കോൻ്റെ കാര്യങ്ങൾ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് സ്ട്രോക്ക് വാസ് ലോഞ്ച്ഡ് ഇൻ 2010 ടു കോംബാറ്റ് NCDs. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇതിനകത്തുനിന്ന് എടുക്കാനായിട്ട് ഉള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 2027 എന്താണ്, നമുക്ക് സെൻസസ് വരുവാണ്. സെൻസസ് നമുക്കറിയാം എല്ലാ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് വരാറുള്ളത്. നമുക്ക് 2021 ലാസ്റ്റ് സെൻസസ് നടക്കേണ്ടിയിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സെൻസസ് നടത്താനായിട്ട് പറ്റിയില്ല. അപ്പോൾ 2027 ആ ഒരു സെൻസസ് നടക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് പ്രീ ടെസ്റ്റ് നടക്കാനായിട്ട് പോകുന്നതെന്നാണ് നവംബർ 10 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓപ്ഷൻ ടു സെൽഫ് എന്യൂമറേറ്റ് വിൽ ബി അവൈലബിൾ ഫ്രം നവംബർ 1 to 7. നമ്മൾ ആളുകളുടെ കൗണ്ട് എടുത്തിട്ടാണ് നമ്മൾ സെൻസസ് ഒക്കെ റിപ്പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യത്തെ സെൻസസ് അല്ലെങ്കിൽ നമ്മുടെ സെൻസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് സെൻസസ് നമ്മൾ നടത്തുന്നത് സെൻസസ് ആക്ട് 1948 അണ്ടറിലാണ്. അതുപോലെ തന്നെ സെൻസസ് റൂൾ 1919 ഭാഗമായിട്ടാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 246 പ്രകാരമാണ് ഡെസിഗ്നേറ്റ് സെൻസസ് ആസ് എ യൂണിയൻ സബ്ജക്റ്റ്. അതുപോലെ തന്നെ എൻട്രി 69th and 7th സ്കെഡ്യൂളിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ സെൻസസ് നടത്തുന്നത് കണ്ടക്റ്റഡ് ബൈ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസ് ആണ്. നമ്മുടെ ഫസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടക്കുന്നതെന്നാണ് 1872. 1881 മുതലാണ് എവറി 10 years സർവേ കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ കണ്ടക്ട് ചെയ്തു തുടങ്ങുന്നത് ആ ഒരു ഇയറിലാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സെൻസസ് ക്യാരി ഔട്ട് ചെയ്യുന്നത് 2 phase ആയിട്ടാണ്. ഒന്ന് ഹൗസ് ലിഫ്റ്റിംഗ്, മറ്റൊന്ന് പോപ്പുലേഷൻ എന്യൂമറേഷൻ. ഈ 2 കാര്യങ്ങളാണ്. ഫസ്റ്റത്തെയാണ് ഹൗസ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടുകൾ, ബിൽഡിങ്ങുകൾ, ഹൗസ് ഹോൾഡ് കാര്യങ്ങളുടെയൊക്കെ നമ്പർ എടുക്കും. Examine buildings and household characteristics such as usage materials, room count, ownership status, source of water, electricity. Then അത് കഴിഞ്ഞിട്ട് പോപ്പുലേഷൻ, ആളുകളുടെ എണ്ണം, capture demographic and socio-economic details such as name, age, sex, date of birth, marital status, education, occupation, etc. Population enumerates occurred 6 to 8 months after housing census. ദെൻ ഈ 2027 സെൻസസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആണ് ഈ വരുന്ന പുതിയ സെൻസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് തുടങ്ങാനായിട്ട് പോകുന്നതാണ് April 1, 2026. അതുപോലെ തന്നെ March 1, 2027 മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ സെൻസസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ 1931 കാസ്റ്റ് ഡാറ്റ ബിയോണ്ട് SC/ST കാറ്റഗറി വിൽ ബി കളക്റ്റഡ് ഇൻ സെൻസസ് 2027. അതുപോലെ തന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, നമ്മൾ എന്തിനാണ് ഈ പറയുന്ന സെൻസസ് നടത്തുന്നത്, എല്ലാ വർഷവും ആളുകളുടെ എണ്ണം എടുക്കുന്നത് എന്തിനാ, മെയിൻലി ഫോർ നമ്മുടെ ലോകസഭ അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഡീലിമിറ്റേഷൻ നടത്താനായിട്ട്. അതായത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് തിരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നടത്തുന്നത് നമ്മൾ എന്ത് വഴിയാണ്, ഈ പറയുന്ന ആളുകളുടെ എണ്ണം വെച്ചിട്ടുള്ള സർവേ പ്രകാരമാണ്, നമ്മൾ സെൻസസ് ഡാറ്റ പ്രകാരമാണ് നമ്മൾ ആളുകളുടെ എണ്ണം എടുക്കുന്നതും ഈ കളക്ഷൻസും കാര്യങ്ങളും ചെയ്യുന്നതും ഡീലിമിറ്റേഷൻ്റെ അതിർവരമ്പുകളൊക്കെ വെക്കുന്നത് ഈ ഒരു സർവേ പ്രകാരമാണ്. അപ്പോൾ അതുകൊണ്ട് സെൻസസ് സിഗ്നിഫിക്കൻസ് ആണ്. മറ്റൊന്ന് പറയുന്നത് 33% reservation for women in parliament and state assemblies is tied to the completion of new census. പുതിയ സെൻസസ് വരുമ്പോഴാണ് ഈ പറയുന്ന 33% വുമൺ റിസർവേഷൻ നമ്മൾ പാർലമെൻറ്റിലും സ്റ്റേറ്റ് അസംബ്ലിയിലും കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സെൻസസ് 2027 എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്
നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു ന്യൂസാണ്. നമ്മുടെ ഗൂഗിളിൻ്റെ പുതിയ AI സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ AI ടെക്നോളജിനെ കുറിച്ചൊക്കെ പഠിച്ചു, AI ടെക്നോളജിയുടെ ബെനിഫിറ്റ്സ്, പുതിയ ടെക്നോളജി മേഖലകളൊക്കെ പഠിച്ചു. എവറി മേഖലയിലും എന്താണ് AI ഉണ്ട്. അപ്പം നമ്മുടെ ഹെൽത്ത് സെക്ടറിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. AI വെച്ചിട്ടുള്ള സർജറീസ് കാര്യങ്ങളൊക്കെ നടത്തുന്നു, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ പുതിയൊരു സ്റ്റഡി പറയുന്നത്, പുതിയൊരു ഫൈൻഡിങ്സ് വന്നിരിക്കുന്നത് ഗൂഗിളിൻ്റെ AI എന്താണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വരെ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. Google unveiled a family of artificial intelligence tool that proposed a drug combination for detecting cancer that human experts did not നോ. ഇതെന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ ആണ് ഇങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഡ്രഗ് കാറ്റഗറിയിൽ ഈ ഒരു ഇത് വരുന്നത്. നമ്മുടെ ദ സെൽ ടു സെൻറ്റൻസ് സ്കെയിൽ 27B CSC സ്കെയിൽ എന്ന് പറയുന്ന ഈ C2S സ്കെയിൽ എന്ന് പറയുന്ന ഈ ഒരു AI ആണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. ഇതെന്ന് പറയുന്നത് 27 ബില്യൺ പാരാമീറ്റർ ഫൗണ്ടേഷൻ മോഡൽ ഡിസൈൻ ടു അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് ഓഫ് ഇൻഡിവിജ്വൽ സെൽസ്. അതായത് നമ്മുടെ ക്യാൻസറും ട്യൂമറൊക്കെ വരുന്നത് എന്താണ്, അത് അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള സെൽ ഗ്രോത്തിനെയാണ് നമ്മൾ ഈ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സെൽ ഗ്രോത്തിന് അല്ലെങ്കിൽ നമ്മളൊരു സെല്ലിൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നറിഞ്ഞാൽ നമുക്ക് മുൻകൂട്ടി ട്യൂമർ ഉണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമ്മുടെ ഇമ്മ്യൂണോ സിസ്റ്റത്തിന് അറിയാൻ പറ്റും. അത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇതാണ് ഈ പറയുന്ന AI എന്ന് പറയുന്നത്. നമ്മുടെ സെല്ല് എടുത്ത് നോക്കുകയൊന്നും വേണ്ട, ഈ AIക്ക് നോക്കി നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ആ ഒരു സെല്ല് നോക്കിയിട്ട് തന്നെ അസുഖം ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ ഇതെന്താണ്, ഇൻഫെക്ഷൻസ് ആർ പ്രോട്ടീൻ പ്രൊഡ്യൂസ്ഡ് ബൈ കാര്യങ്ങൾ ജസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, അത്രേ പറയുന്നുള്ളൂ. നമ്മുടെ ട്യൂമർ അതുപോലെ തന്നെ ക്യാൻസർ ആയിട്ടുള്ള കാര്യങ്ങൾ വരെയും ഈ ഒരു AIക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മളിന്ന് നോക്കിയത്, ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കാർബൺ മാർക്കറ്റ് അതുപോലെ തന്നെ കാർബൺ ക്രെഡിറ്റിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. കാർബൺ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. UPSCയിൽ പിന്നെയും പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഗ്രീൻ കാർബൺ, ബ്ലൂ കാർബൺ, കാർബൺ സീക്വസ്ട്രേഷൻ. അപ്പോൾ ആ ഒരു ടേം വരുന്ന എല്ലാം നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം. ദെൻ നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗഗൻയാൻ മിഷൻ ഉണ്ട്, നമ്മുടെ മനുഷ്യരെ എർത്തിൻ്റെ പുറത്തിലോട്ട് എത്തിക്കുന്ന, അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രൂ എസ്കേപ്പ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വെൽനെസ് മാപ്പിംഗ് ആണ് നടത്തിയത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടുന്നതും അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പ്രീ ടെസ്റ്റ് ഫോർ എന്താണ്, നമ്മുടെ സെൻസസ് 2027 പ്രീ ടെസ്റ്റ് തുടങ്ങാൻ പോവുകയാണ് നവംബറിൽ. അപ്പോൾ എന്താണ് സെൻസസ് 2027 കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അറ്റ് ദ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഗൂഗിളിൻ്റെ ന്യൂ AI കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണം, ന്യൂസും വായിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇനിയും അടുത്ത ന്യൂസസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.